ഇന്ന് നമുക്ക് MySQLന്റെ കുറച്ച് കമാൻഡ്സ് പഠിക്കാം. MySQL ഡാറ്റാബേസ് ആണ്. അപ്പം MySQLനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാമ്പിൾ PHP MyAdmin തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വറി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വറീസ് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മുടെ ഡാറ്റാബേസ് സെലക്ട് ചെയ്യാം. വെബ്സൈറ്റ് കിട്ടും, ജസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് SQL എടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വറീസ് അപ്ലൈ ചെയ്യാം. സാധാരണ സ്ട്രക്ചർ ക്വറി ലാംഗ്വേജ് ആകുമ്പോൾ ക്വറി വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ആ ഒരു ടേബിളിനെ റിട്രീവ് ചെയ്യണം. അതായത് ടേബിളിനെ നമുക്ക് കാണണം. അതായത് ഇത് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത് ഈ ടേബിളിനെ നമുക്ക് കാണണം. ഇതൊരു സ്റ്റുഡൻസ് ടേബിളാണ്. അപ്പോൾ മൊത്തം നമ്മുടെ ഡാറ്റാബേസിൽ മൊത്തം ടേബിൾസ് കാണണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾസ്. സോറി, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾസ് അല്ല, ഷോ ടേബിൾസ്. സോറി. അപ്പോൾ സ്റ്റുഡൻറ്റ് തന്നെ ടേബിൾ ഉണ്ട്. നമുക്ക് ഷോ ടേബിളിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഈ ഒരു ലിസ്റ്റ് വരണമെങ്കിൽ, ഇങ്ങനെ ഒരു മൊത്തത്തിൽ ലിസ്റ്റ് വരണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് ടേബിളിൻ്റെ പേര് കൊടുത്തിട്ട് ഗോ അടിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റ് വന്നു. ഇതൊരു കമാൻഡാണ്. എന്താ സെയിം ഈ കമാൻഡ് ഒന്ന് ഓർത്ത് നോക്കണം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. ഈ സെലക്ട് സ്റ്റാർ പറഞ്ഞാൽ സ്റ്റാർ പറയുമ്പോൾ എല്ലാ കോളം എന്നാണ്. പക്ഷേ എനിക്ക് ഒരൊറ്റ കോളം മതി, ഇല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ID നെയിം മാത്രം മതിയെങ്കിൽ ID, നെയിം എന്ന് കൊടുക്കാം. എനിക്ക് സെർച്ച് ചെയ്യാം. എന്താ ID നെയിം മാത്രമേ വരും. പക്ഷെ നമ്മുടെ ഇതിൽ മാർക്സും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഓർഡർ ബൈ കുറച്ച് കുറേസേ പറയുന്നുള്ളൂ. നെയിം അസെൻഡിങ് ഓർഡർ ബൈ നെയിം ASC. അസെൻഡിങ് ഓർഡറിൽ നെയിം സോർട്ട് ആവും. ഇൻ കേസ് ഡിസെൻഡിങ് ആണെങ്കിൽ DSC ഡിസെൻഡിങ് ഓർഡറിൽ വരും. ഓക്കെ, അപ്പം അത് നമുക്ക് ഓർഡർ ബൈ നെയിം കൊടുക്കാം, ഓർഡർ ബൈ ID കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ സാധാരണ PHP ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറച്ച് ക്വറീസാണ്. ID നെയിം ഫ്രം സ്റ്റുഡൻസ് ഓർഡർ ബൈ ഡെസ്ക്. ഓക്കെ, അതേപോലെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് നമ്മൾ നെറ്റ് ചെയ്തു. മൊത്തം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ഇൻടു ടേബിളിൻ്റെ പേര് സ്റ്റുഡൻസ്, എന്നിട്ട് ഏതൊക്കെ ഫീൽഡ് ID ഉണ്ട്, നെയിം ഉണ്ട്, മാർക്സ് ഉണ്ട്. നമുക്ക് ID ഓട്ടോ ഇൻക്രിമെൻ്റ് കൊടുത്തു. അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ചെയ്ത് വന്നതാണ്. നമുക്ക് പിന്നെ ആകെ സെറ്റ് ചെയ്യുന്ന നെയിമും മാർക്സും ആണ്. അതിൽ കൊടുക്കാനുള്ള വാല്യൂസ് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് നെയിം ജോൺ, മാർക്സ് വാർക്കാരായതുകൊണ്ട്, അതായത് സ്ട്രിങ് കൺസെപ്റ്റാണ്. ടെക്സ്റ്റ് ആണെങ്കിൽ അതൊക്കെ സിംഗിൾ കോട്ട്സ് കൊടുക്കാം. നമ്പേഴ്സ് ആണെങ്കിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ മാർക്ക് വാർക്കാർ, അതായത് വേരിയബിൾ ക്യാരക്ടർ ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടറാണ്, അതുകൊണ്ട് ഞാനിവിടെ സിംഗിൾ കോട്ട്സിനകത്ത് കൊടുത്തു. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, ഏതൊക്കെ കോളം, വാല്യൂസ്, ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ജോൺ 40. ഇനി അതേപോലെ നമുക്കിതിനെ ഈ ജോൺ ഡിലീറ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് ഒന്നുകൂടി ജോൺ അല്ല കെൻ എന്ന് എഴുതാം. കെന്ന് 100 ഇൻസേർട്ട് ചെയ്തു. നമുക്കിത് ഈ ജോൺ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന കോഡുണ്ട്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം സ്റ്റുഡൻസ്, വേർ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം സ്റ്റുഡൻറ്റ്, അതായത് ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡിലീറ്റ് ആവും. പക്ഷെ നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ID, അതായത് ഒരു പ്രൈമറി കീ ഉണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ID വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വേറെ ID = 3.
അവിടെ ഞാൻ വേറെ കണ്ടീഷൻ ഉപയോഗിച്ചു. അപ്പോൾ ഒന്ന് ഡബിൾ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1 റോ ഡിലീറ്റഡ് എന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് ആ ജോണ് ഡിലീറ്റായി. ഇനി അതേപോലെ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് സ്റ്റുഡൻസ് സെറ്റ് എന്നൊരു കമാൻഡ് ഉണ്ട്. സെറ്റ് ഏതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, സെറ്റ് ഏത് കോളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ആ കോളത്തിനെ കുറിച്ച് പറയാം. നെയിം ഈക്വൽ ടു കെൻ റോൺ. അതായത് ഈ കെൻ എന്നുള്ളത് ഞാൻ കെൻ റോൺ ആക്കുന്നുണ്ട്. വേർ കണ്ടീഷൻ വന്നു ഐ ഡി, ഇവിടെ ഞാൻ ഐ ഡി ഉപയോഗിക്കുന്നത്. ഐ ഡി ഈക്വൽ ടു 4. അപ്പോൾ ഒരു റോ എഫക്റ്റ് ആയി. നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കെൻ റോ എന്നായി. ഇൻ കേസ് എനിക്ക് ഒന്നിൽ കൂടുതൽ കോളം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കോമ ഇടാം. മാർക്സ് 95. അപ്പോൾ ഞാൻ 95 കൊടുത്തു, സിംഗിൾ കോഴ്സ് കൊടുക്കാണ്. കണ്ടോ 95 സിംഗിൾ കോഴ്സ് കൊടുത്തില്ലെങ്കിൽ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും സ്ട്രിങ്ങിൻ്റെ കേസിൽ സിംഗിൾ കോഴ്സ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം ഇൻസേർട്ട് ചെയ്യുന്ന കോഡ്, സെലക്ട് ചെയ്യുന്ന കോഡ്, ഡിലീറ്റ് ചെയ്യുന്ന കോഡ്, അപ്ഡേറ്റ് ചെയ്യുന്ന കോഡ്, ഈ MySQL കമാൻഡ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഉപകാരമായിരിക്കും. ഇത് നമുക്ക് കമാൻഡ്സ് വെച്ച് ചെയ്യാം. PHPMyAdminൽ ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ചെയ്യാം, കൊടുത്തിട്ട് ഗോ അടിക്കാം. അപ്പോൾ ഗോ അടിക്കുകയാണെങ്കിൽ നമ്മുടെ കമാൻഡ്സ് വരും. ഇവിടെ ഞാൻ കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ കമാൻഡ് കണ്ടോ, കമാൻഡ് വന്നു, പിന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് കമാൻഡ്സ് ബേസ് ചെയ്ത് ഈ കൊറീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഞാനിപ്പോൾ പറഞ്ഞ കൊറീസ് മാത്രം നോക്കിയാൽ മതി. ബാക്കി നമ്മൾ പിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതൽ കൊറീസ് പഠിക്കും. ഇത് ബേസിക് കൊറിയാണ്. ഇൻ കേസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന കണ്ടോ, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻസ് വേർ students.id. ഈ students.idക്ക് വരും. ഡയറക്റ്റ് ഐ ഡി വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണ് ചെയ്യുന്നത്, ആ സാധനം ഡിലീറ്റ് ആവും. ഈ റോ ഡിലീറ്റ് ചെയ്യും. ഇതിൽ 3 റോസും 3 കോളമുള്ള. ഓക്കെ, അപ്പോൾ ഇത് PHPMyAdmin വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ MySQL കമാൻഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പോൾ MySQL കമാൻഡ്സ് പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ MySQL PHP ആയിട്ട് കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന സമയത്ത് MySQL കമാൻഡ്സ് യൂസ് ചെയ്യണം. അപ്പോൾ MySQL കമാൻഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ MySQL കമാൻഡ്സ് പറഞ്ഞത്. കുറേസ് ഞാൻ പറഞ്ഞതല്ലോ. ഓക്കെ, നമുക്ക് ഡാറ്റാബേസ് കണക്ഷൻ നെക്സ്റ്റ് വീഡിയോ നോക്കാം. ബൈ.